ആറ്റം ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിജിനിഡോമിനിക്ക്. ഒരു ചെറിയ സൈസിലുള്ള ഒരു ചിത്രത്തിനെ വലിയൊരു സൈസിലേക്ക് മാറ്റുക എന്നുള്ളത് പലപ്പോഴും തുടക്കക്കാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ പലപ്പോഴും അതങ്ങനെ വലുതാക്കി വരയ്ക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഷേപ്പ് നഷ്ടപ്പെടുകയും ആ ചിത്രം തന്നെ കംപ്ലീറ്റ്ലി മാറിപ്പോകാനുള്ള ചാൻസസും കൂടുതലാണ്. പലരും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഒരു ചെറിയ സൈസിലുള്ള ഒരു ചിത്രത്തിനെ വലിയ സൈസിലേക്ക് മാറ്റുമ്പോൾ എന്താണ് അതിൻ്റെ ടെക്നിക്സ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഫോട്ടോഗ്രാഫിനെ നിങ്ങൾ വലിയൊരു ക്യാൻവാസിലേക്കോ അല്ലെങ്കിൽ വലിയൊരു ഷീറ്റ് പേപ്പറിലേക്കോ നിങ്ങൾ മാറ്റുമ്പോൾ അതിൻ്റെ കറക്റ്റ് പ്രപ്പോർഷൻസോട് കൂടി തന്നെ അതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടാതെ അതിൻ്റെ ക്യാരക്ടർ നഷ്ടപ്പെടാതെയും അതേപോലെ തന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ് ഗ്രിഡ് മെത്തേഡ്. കാലങ്ങളായിട്ട് ആർട്ടിസ്റ്റുകൾ യൂസ് ചെയ്ത് വന്നിരുന്ന ഒരു മെത്തേഡാണ് ഗ്രിഡ് മെത്തേഡ്. പലരും ഈ ഗ്രിഡ് മെത്തേഡ് വെച്ച് വരയ്ക്കുമ്പോൾ നിങ്ങളുടെ ആ ഷേപ്പ് നഷ്ടപ്പെടാതെ കറക്റ്റ് ആ ചെറിയ പിക്ചറിനെ തന്നെ അങ്ങനെ തന്നെ നിങ്ങൾക്ക് വലിയൊരു സൈസിലേക്ക് മാറ്റാൻ പറ്റും. ഈ ഗ്രിഡ് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് അതിൻ്റെ ഒരു അളവ് എടുക്കേണ്ടതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. തുടക്കക്കാർക്ക് എപ്പോഴും കറക്റ്റായിട്ട് ഷേപ്പ് കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ് ഈ ഗ്രിഡ് മെത്തേഡ്. എന്നിരുന്നാലും പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഗ്രിഡ് മെത്തേഡിനെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. നിങ്ങൾ തുടക്കത്തിൽ ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്ത് വരച്ചാലും നിങ്ങൾ കാലങ്ങൾ കഴിയുന്നതനുസരിച്ച് നിങ്ങൾ അതിൽ എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് നിങ്ങൾ ഗ്രിഡ് മെത്തേഡ് മാറ്റിയിട്ട് നിങ്ങൾ ആ ഒരു ഷേപ്പിനെ മുഴുവനായി തന്നെ നിങ്ങളുടെ മനസ്സിലോട്ട് ഉൾക്കൊണ്ട് അതിനെ നോക്കി കറക്റ്റായിട്ട് ബ്ലോക്കിംഗ് മെത്തേഡ് വഴി വരയ്ക്കുന്നതായിരിക്കും എപ്പോഴും നമ്മളുടെ ആ ഒരു ടെക്നിക്സ് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മളുടെ ആ ഒരു സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനും ഏറ്റവും നല്ലത് നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് ഡ്രോയിങ് ചെയ്യണതാണ്. ഈ ഗ്രിഡ് മെത്തേഡ് വെച്ച് നമ്മൾ എപ്പോഴും വരച്ച് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പ്രത്യേകിച്ച് ചിലപ്പോൾ നമുക്കൊരു ഫോട്ടോഗ്രാഫൊക്കെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരുമ്പോൾ ഒരു പിക്ചറാക്കി മാറ്റേണ്ടി വരുമ്പോൾ ഗ്രിഡ് മെത്തേഡ് നല്ലതാണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ആവശ്യമാണ്. പക്ഷേ അത് കുറച്ച് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ ആ ഗ്രിഡ് മെത്തേഡ് മാറ്റിയിട്ട് നിങ്ങൾ ഫ്രീ ഹാൻഡായിട്ട് തന്നെ നിങ്ങളുടെ ഷേപ്പിനെ വരയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമൊക്കെ ചെറുതായി ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും പതുക്കെ നിങ്ങൾക്കത് ശരിയായി വരും. ഗ്രിഡ് മെത്തേഡ് തന്നെ ശീലിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സമയത്ത് നിങ്ങൾക്കത് മാറ്റുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മൾ വലിയൊരു ചിത്രമൊക്കെ വരയ്ക്കുമ്പോൾ എല്ലാറ്റിനും ഈ ഗ്രിഡ് മെത്തേഡ് വെച്ച് ചെയ്യുന്നത് അത്രയും സജസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമല്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ചിലർ ഇത് മാത്രം യൂസ് ചെയ്ത് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ആസ് എൻ ആർട്ടിസ്റ്റ് നിങ്ങൾ മൊത്തത്തിലൊരു ഡെവലപ്മെൻറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്കിനൊരു അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പതുക്കെ നമ്മൾ ഗ്രിഡ് മെത്തേഡ് ഒഴിവാക്കണം. സ്റ്റാർട്ടിങ്ങിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഗ്രിഡ് മെത്തേഡ് വെച്ചിട്ട് വരയ്ക്കുമ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് കറക്റ്റ് ആ ഷേപ്പ് കിട്ടും. ചിലപ്പോൾ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുമ്പോൾ അത്രയും ഷേപ്പ് കിട്ടണില്ല. അപ്പോൾ നമുക്ക് ആ ഷേപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ അത്രയും വരച്ച ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവണം. അപ്പോൾ ഗ്രിഡ് മെത്തേഡ് തുടക്കത്തിലൊന്നും കുഴപ്പമില്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്ക് എങ്ങനെയാണ് ഗ്രിഡ് ഉപയോഗിച്ചിട്ട് നിങ്ങളൊരു ചിത്രം ഒരു ചെറിയൊരു ചിത്രത്തിനെ വലിയൊരു പ്രതലത്തിലേക്ക് മാറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊക്കെ ചെയ്യുക. ഞാൻ ഇപ്പോഴും വീണ്ടും പറയേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാവരും അത് ചെയ്യുമെന്ന് എനിക്കറിയാം. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു ചെറിയ ചിത്രത്തിനെ വലിയൊരു ചിത്രത്തിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ എൻലാർജ് ചെയ്യാൻ പോകുന്നത് ഒരു 6:4 സൈസിലുള്ള ഒരു ചെറിയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചറാണ്, ഫോട്ടോഗ്രാഫാണ്. ഇതിനെയാണ് ഞാൻ ഇതിൻ്റെ ഓൾമോസ്റ്റ് ഡബിളായിട്ട് ഇപ്പോൾ 6:4 എന്ന് പറയുമ്പോൾ ഒരു 12:8 സൈസിലോട്ട് ഞാനതിനെ എൻലാർജ് ചെയ്യാൻ പോകുന്നത് ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഈ വരയ്ക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പിക്ചറിനെ നമ്മൾ ഗ്രിഡ് ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുത്തിട്ട് വേണം നമ്മൾ ഇതിനെ എൻലാർജ് ചെയ്യുന്ന ആ ഒരു പേപ്പറിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു പിക്ചറിനെ നമുക്ക് ഗ്രിഡ് ഉപയോഗിച്ച് കവർ ചെയ്യാം. ഏറ്റവും ഇതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇത് 6 ഇഞ്ചാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ദേ നോക്കിയോളൂ, 6 ഇഞ്ച് അതിന് ഹൈറ്റും ഉണ്ട്, 4 ഇഞ്ച് വിഡ്ത്തും ഉണ്ട്. അപ്പം നമ്മൾ ഓരോ ഇഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ ഒരു ബോക്സിലോട്ടാക്കാനോ ഒരു സെപ്പറേറ്റ് ബോക്സിലോട്ടാക്കാനോ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഞാനിത് മാർക്ക് ചെയ്യാം. ഇഞ്ചിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാണ്. ഓരോ ഇഞ്ച് വെച്ചിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരെണ്ണം,
ഇവിടെ അങ്ങനെ ഓരോ ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനൊരു സ്കെച്ച് പെൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്യാം, അതായിരിക്കും നന്നായിരിക്കാൻ തോന്നുന്നു. നമ്മളിവിടെ ഓരോ ഇഞ്ച് ഞാനിങ്ങനെ മാർക്ക് ചെയ്തു, ഈ സൈഡിൽ മാർക്ക് ചെയ്തു. ഇനി അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ ഇഞ്ചസ് മാർക്ക് ചെയ്യണം. കറക്റ്റ് വെച്ചിട്ട് ഇതിനോട് കറക്റ്റ് പൊസിഷൻ ആക്കിയിട്ട് നമ്മൾ ഇവിടെ ഇഞ്ചസ് മാർക്ക് ചെയ്യാണ്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തും നമ്മൾ ഇതേപോലെ തന്നെ ഓരോ ഇഞ്ചായിട്ടുള്ള സെപ്പറേറ്റ് കോളംസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അത് അടിയിലും അങ്ങനെ തന്നെ ചെയ്യണം. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ ജോയിൻ്റ് ചെയ്യിച്ചിട്ട് ഇതിനെല്ലാം നമ്മളൊരു ബോക്സിൻ്റെ ഉള്ളിലോട്ട് മാറ്റുകയാണ്. ഇനി ഇപ്പം നമുക്ക് ഓരോ ബോക്സിൻ്റെ ഉള്ളിലായി നമ്മളുടെ പിക്ചർ. ഈ സൈഡിൽ നമുക്കൊരു 6 കോളംസും ഈ സൈഡിൽ 4 കോളംസാണുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിനൊന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ ഞാൻ 1 2 3 എന്നാണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ ഞാൻ A B C D E എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റ് A1ൻ്റെ ഉള്ളിൽ വരുന്നത്, അതുപോലെ A2ൻ്റെ ഉള്ളിൽ വരുന്നത്, A3യുടെ ഉള്ളിൽ വരുന്നത്, അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ B2ൻ്റെ ഉള്ളിൽ വരുന്നത് ഏതാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടായിരിക്കും. ഇത് 0 എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. ഇത് 0, ഇത് 1 2 3. അപ്പോൾ A0യുടെ ഉള്ളിൽ ഒന്നുമില്ല, A1ൻ്റെ ഉള്ളിൽ ഒരെണ്ണമുണ്ട്, A2ൻ്റെ ഉള്ളിലുണ്ട്, A3യുടെ, അങ്ങനെ നമ്മുടെ ഇമേജ് എവിടെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 0 1 2 3 എന്നും ഈ ഭാഗത്ത് 0 ABCD എന്നുമാണ്, ABCD E വരെയാണ് നമുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓരോ കോളംസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനെ ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്യണത് എക്സാക്ട്ലി അതിൻ്റെ ഡബിൾ മെഷർമെൻറ്റിലേക്ക് വലുതാക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇതിന് ഈ ഭാഗത്ത് 6 ഇഞ്ചാണ് ഉള്ളത്, അതിൻ്റെ ഹൈറ്റ് 6 ഇഞ്ചാണുള്ളത്. ഞാൻ അതിനെ കറക്റ്റ് 12 ഇഞ്ചസ് ആക്കി എടുക്കുകയാണ്. ഇവിടെ വിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 4 ഇഞ്ചാണ്. ആ 4 ഇഞ്ചിനെ നമ്മൾ 8 ഇഞ്ചാക്കിയിട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ പിക്ചറിൻ്റെ മെഷർമെൻറ്റ് ഫസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഹൈറ്റ് വന്നിട്ട് നമുക്ക് കിട്ടുന്നത് 12 ഇഞ്ചാണ്. ഇവിടെ ഉള്ളത് നമ്മുടെ പിക്ചറിന് 6 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ നമുക്കതിനെ കറക്റ്റ് ഡബിൾ ആക്കുമ്പോൾ ഓൾമോസ്റ്റ് 12 ഇഞ്ച്. അപ്പോൾ ഒരു സ്കെയിലിൻ്റെ കറക്റ്റ് ലെങ്ത്ത് കിട്ടും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്തു. ഇനി അതുപോലെ തന്നെ അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 8 ഇഞ്ചാണ് അല്ലേ. 8 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യാണ്. സോ കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ നമുക്കിവിടെ 8 ഇഞ്ച് കിട്ടി. ഇനി ഇതിനെ നമ്മൾ ഈ ഭാഗത്തേക്കും കൂടി മാർക്ക് ചെയ്യണം. ട്വൽവ് ഇഞ്ച് ഇവിടെ വരിക, കറക്റ്റ് 8 ഇഞ്ച് ആയിരിക്കും. അപ്പം നമ്മളുടെ പിക്ചറിൻ്റെ ഫ്രെയിം നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. നമ്മളിവിടെ കറക്റ്റായിട്ട് ഫ്രെയിം ചെയ്തു. ഈ ഒരു പിക്ചറിനെ നമുക്ക് എങ്ങനെ ഇതിലോട്ട് കറക്റ്റായിട്ട് എൻലാർജ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഫ്രെയിം നമുക്ക് റെഡി ആയി കഴിഞ്ഞു. ഈ ഒരു ഫ്രെയിമിലായിരിക്കണം നമുക്ക് ഈ പിക്ചറിനെ എൻലാർജ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഇതേപോലെ തന്നെ നമ്മൾക്ക് ഈക്വലായിട്ടാണ് നമ്മളിതിനെ എൻലാർജ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 4 സ്പേസാണ് ഉള്ളതെങ്കിൽ ഇവിടെ അതിൻ്റെ ഡബിൾ ആയിരിക്കും 8 ആയിരിക്കും. ഇവിടെ നമുക്ക് 6 ഉള്ളത്, അതിൻ്റെ ഡബിൾ 12 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഓരോ കോളംസും 1 ഇഞ്ചായിട്ട് എടുത്തിരുന്നെങ്കിൽ ഞാനിവിടെ എടുക്കാൻ പോകുന്നത് എല്ലാം 2 ഇഞ്ച് വെച്ചിട്ടാണ്. അപ്പോഴാണ് അതിൻ്റെ ഡബിൾ വരുള്ളൂ. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്, നമ്മൾ വരയ്ക്കാൻ പോകുന്ന പിക്ചർ ചെറുതായതുകൊണ്ട് നമ്മൾ 1 ഇഞ്ച് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ വലുതാക്കുമ്പോൾ 1 ഇഞ്ചിനെ നമ്മൾ ഡബിൾ ആക്കുകയാണ്, 2 ഇഞ്ച് വെച്ചിട്ടാണ് ഞാനിവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 ഇഞ്ചിൻ്റെ മാർക്കിംഗ് ആണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. 1 2. അപ്പോൾ ഇവിടെ 2. കറക്റ്റ് ഒരു സ്കെയിലിൻ്റെ ഇതായതുകൊണ്ട് കുറച്ചുകൂടി ഈസിയാണ്.
ഇവിടെ 2, ഇവിടെ 2. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി അതേ സെയിം സംഭവം തന്നെ നമ്മൾ ഇവിടെയും ചെയ്യണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് മെഷർമെൻറ്റ് കിട്ടുകയുള്ളൂ. ഒരു ഊഹം വെച്ച് വരച്ചാലൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യണം. മെഷർമെൻറ്റ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് എടുത്ത് തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സൈഡുള്ളത് കിട്ടി. ഇനി നമുക്കതിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. വിഡ്ത്തും ഇതേപോലെ തന്നെ ഡബിളായിട്ട് തന്നെ എടുക്കുക. നമ്മൾക്ക് ഒറിജിനൽ പിക്ചറിൽ 4 ഇഞ്ചേ ഉള്ളൂ, പക്ഷേ ഇവിടെ നമുക്ക് 8 ഇഞ്ച് ഉണ്ട്. അപ്പോൾ ആ 4 പോർഷൻസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് 2 ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെയും അതുപോലെ തന്നെ 2 ഇഞ്ച് 2 ഇഞ്ച് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ജോയിൻ്റ് ചെയ്തിട്ട് നമുക്ക് ബോക്സസ് ആക്കി മാറ്റാം. ഇപ്പം നമ്മളുടെ പിക്ചറിൻ്റെ അതേപോലെയുള്ള വലിയൊരു സൈസിലോട്ടുള്ള ബോക്സസുകൾ നമുക്ക് റെഡിയായി. അപ്പോൾ ഇതേപോലെ ഞാനിവിടെ മാർക്കാണ് 0, 1, 2, 3 എന്ന് മാർക്ക് ചെയ്തു. ഇവിടെ A, B, C, D, E എന്ന് മാർക്ക് ചെയ്തു. ഇനി ഇതിലേക്കാണ് നമ്മൾ നമ്മുടെ പിക്ചർ കോപ്പി ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇമേജ് വരുന്നത് ഈ ഒരു പോർഷനിലാണ്. ഞാൻ ജസ്റ്റ് ഇമേജ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ മീതെ ഒന്ന് വരച്ചിടാണ്. അത്രയും ക്ലിയർ അല്ല പിക്ചർ. സോ നമുക്കിങ്ങനെ ഒരു ഔട്ട്ലൈനൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പിക്ചർ കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഓരോ പോർഷൻസിലും എത്ര വരുന്നുണ്ട് എന്നുള്ളതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വരുന്നത് A1ലാണ് ഇമേജിൻ്റെ ഒരു പോർഷൻ വരുന്നത്. അതിൻ്റെ ഫോർഹെഡിൻ്റെ പോർഷൻ വരുന്നത് A1ലാണ്. അപ്പോൾ നമ്മളത് വരച്ചു. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും പോർഷനിൽ ഇവിടെ വരെ വരുന്നുണ്ട്. ഓക്കെ, ദെൻ മുഖത്തിൻ്റെ പോർഷൻ വരുന്നത് ഇവിടെയാണ്. ചെവിയുടെ പോർഷൻ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഏത് കോളത്തിലാണ് അടുത്തത് വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നിലും വലിയ ചേഞ്ചസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചിത്രം കിട്ടും. വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. മറ്റേത് ചിലപ്പോൾ നിങ്ങളുടെ ഷേപ്പൊക്കെ കുറച്ച് പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ട് കറക്റ്റായിട്ട് വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ നിങ്ങളുടെ പിക്ചർ നിങ്ങൾക്ക് വരച്ചെടുക്കാം. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രിഡ് ഇട്ട് വരയ്ക്കുന്നതിനെക്കാട്ടും എനിക്ക് കംഫർട്ടബിൾ ഞാൻ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുന്നതാണ്. അപ്പോൾ ഈ ഗ്രിഡ് ഇട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആണ് ആ ഗ്രിഡിൽ നിന്ന് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുതെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ആ ഷേപ്പ് നമ്മളുടെ മനസ്സിലുള്ള ആ രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ നമുക്ക് അങ്ങനെ മാറ്റേണ്ട കാര്യമില്ല, വരും കറക്റ്റായിട്ട്. പക്ഷെ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഞാൻ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് എനിക്ക് ഈ ഗ്രിഡ് മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്നൊക്കെ തോന്നും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഈ മുഖത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ഉണ്ട്. നമുക്ക് ചിലപ്പം ഇത് ഇങ്ങനെ ഗ്രിഡ് മെത്തേഡ് മാത്രം യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ മുഖത്തിൻ്റെ ഭാഗം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് വരുമ്പോൾ നമുക്ക് അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാം. ഞാനിവിടെ ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അവിടെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ക്രോസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതേപോലെ തന്നെ നമ്മളുടെ പിക്ചറിലും നമുക്കിങ്ങനെ ക്രോസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ ആ ഒരു പോർഷനെ ഒന്നും കൂടി നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത്ര ഡാർക്കായിട്ടൊന്നും നിങ്ങൾ ഗ്രിഡ് വരയ്ക്കേണ്ട. ഇത് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡാർക്കായിട്ട് ഗ്രിഡ് വരച്ചിരിക്കുന്നത്.
അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇത്രയും ഡാർക്ക് ആക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും കൂടി നമ്മളുടെ പിക്ചറിന് ഒന്നും കൂടി ക്ലാരിറ്റി ആയി നമുക്ക് കണ്ടോ. അപ്പോൾ നമ്മളുടെ പിക്ചറിൻ്റെ ബേസിക് ഡ്രോയിങ് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഒട്ടും വ്യത്യാസമില്ലാതെ ഒരു പിക്ചറിനെ നമുക്ക് ഇങ്ങനെ എൻലാർജ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പിക്ചറിനെ നമ്മൾ എൻലാർജ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ആ ഒരു സൈസ് വെച്ചിട്ട് നിങ്ങൾക്ക് എൻലാർജ് ചെയ്യാം. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ വീണ്ടും നിങ്ങൾക്ക് ചെറിയ ചെറിയ സ്ക്വയേഴ്സ് ആക്കാം. ഇനി ഇതിനെ വേണമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ക്വയർ ആക്കി ചെയ്യാം. ഈ ഭാഗത്ത് സ്ക്വയർ വയ്ക്കാം, ഈ ഭാഗത്ത് സ്ക്വയർ. അപ്പോൾ എത്രയും ഡീറ്റെയിൽസ് അതിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഉണ്ട്, അതിനെയൊക്കെ ചെറിയ ചെറിയ സ്ക്വയറിലേക്ക് മാറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. അപ്പോൾ ഒരു ചെറിയ പിക്ചറിനെ എൻലാർജ് ഓൾമോസ്റ്റ് ഡബിൾ, ഇനി ഇതിലും വലുതായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അതിനെ എങ്ങനെയാണ് എൻലാർജ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് വരയ്ക്കുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ബ്രേക്ക് ചെയ്യണം. ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെ നിങ്ങളൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.